സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുമ്പോഴുള്ള 7 ഗുണങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഒരു കാർ വാങ്ങി നാളെ നമ്മളത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്കാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വാങ്ങിയതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിയതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വാങ്ങിയതാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അതിൻ്റേതായിട്ടുള്ള പ്രൈസിൽ ഒരു ഡിമിനിഷിങ് അത് വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല രീതിയിൽ ചില മോഡലിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചില കമ്പനിയുടെയൊക്കെ ആകുമ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ പോലും വിൽക്കുമ്പോൾ നല്ല രീതിയിൽ കുറയും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് മനസ്സിലാവാൻ പറയുകയാണെങ്കിൽ റീസെയിൽ വാല്യൂ കുറഞ്ഞ ഏതെങ്കിലും മോഡലൊക്കെ എടുത്തെങ്കിൽ ഒരു മാസം കുറയുമ്പോൾ നല്ല രീതിയിൽ കുറയും, നമ്മളധികം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും. അപ്പം രജിസ്ട്രേഷൻ, റോഡ് ടാക്സ്, പിന്നെ RTOയുടെ അങ്ങനെ പേപ്പർ വർക്ക്സിൻ്റെയൊക്കെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അത്തരം ടാക്സുകളും കാര്യങ്ങളും ഇൻഷുറൻസ് അങ്ങനെ സംഭവങ്ങളൊന്നും നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരില്ല. കാരണം പ്രധാനമായൊരു കാര്യമാണ്. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എന്തായാലും എടുക്കണം. നമ്മൾ വളരെ ചെറിയ തുക നമുക്ക് ഇൻഷുറൻസ് അടയ്ക്കാനും നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. നമസ്കാരം, ക്ലബ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇതിന് തൊട്ട് മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തായിരുന്നു. നമ്മുടെ യൂസ് കാർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു പാർട്ട് 2 ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ശരിക്കും ഒരു പാർട്ട് 2 പാർട്ട് 3 കൊണ്ടോ കഴിയുന്ന ഒരു സംഭവമല്ല. ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഞാൻ പറയാത്ത ഒരുപാട് പോയിന്റുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളത് പറയുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുമ്പോഴുള്ള 7 ഗുണങ്ങളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് എന്ന് വരുന്നത് നമ്മുടെ പുതുപുത്തൻ കാറുകളുടെ ഒരു പളവളപ്പൻ ലുക്കോ അല്ലെങ്കിൽ ഭയങ്കരമായ ആകർഷണീയത്വം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ അത്യാവശ്യം വലിയ പഴക്കമില്ലാത്ത കാറുകൾ വാങ്ങിക്കഴിഞ്ഞാലും ഒരുപാട് ഇപ്പോൾ സെറാമിക് കോട്ടിങ് അല്ലെങ്കിൽ അങ്ങനെ ടഫ്ലം കോട്ടിങ്, എനിക്ക് തോന്നുന്നു അതൊന്നും അല്ലാതെ ഒരുപാട് തരം കോട്ടിങ്ങൊക്കെ ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പുതിയ ഷോറൂമിൽ ഇറക്കണ പോലെ തന്നെ തോന്നാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ആ ഒരു പുതിയ വണ്ടിയല്ല എന്നുള്ളൊരു സംഭവമുണ്ട്. പക്ഷേ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വിലക്കുറവ് തന്നെയാണ്. പുതുപുത്തൻ കാറ് നമ്മൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയ കാറ് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് റോഡ് ടാക്സ്, രജിസ്ട്രേഷൻ്റെ ഫീ, പിന്നെ RTO ആയിട്ടുള്ള വേറെ പേപ്പർ വർക്ക്സിൻ്റെ ഒക്കെ ഫീ, അങ്ങനെ കുറേ സംഭവങ്ങൾ വരും. ഇതൊന്നും സെക്കൻഡ് കാറുകൾക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് വേറൊരു ഉപയോഗപ്രദമായ വേറൊരു 5 വർഷം വരെയാണ് നമുക്ക് ചില വാഹനങ്ങൾ, ചില കമ്പനികൾ 5 വർഷം വരെ വാറണ്ടി കൊടുക്കുന്ന ചില കമ്പനികളുണ്ട്. അപ്പോൾ നമ്മളൊരു 3 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു കാറ് വാങ്ങുന്നെങ്കിൽ നമുക്ക് അപ്പം തന്നെ നമുക്ക് 2 വർഷം അവിടെ വാറണ്ടി കിടക്കുന്നുണ്ട്. പിന്നെ അതല്ലാതെ അംഗീകൃത വല്ല ഷോറൂമുകളിൽ നിന്നോ യൂസ് കാർ ഷോറൂമുകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അവരുടെ വക 1 വർഷം കൂടി കിട്ടും. അപ്പോഴും നമുക്കൊരു 3 വർഷം വാറണ്ടി സുഖമായി കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വാറണ്ടിയുടെ കാര്യത്തിൽ ആ ഒരു ടെൻഷൻ വേണ്ട, അല്ലേ? ഇനിയൊരു പക്ഷേ നമ്മൾ വാറണ്ടി കഴിഞ്ഞതാണ് അല്ലെങ്കിൽ 5 വർഷം വാറണ്ടി കഴിഞ്ഞൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ അംഗീകൃതമായിട്ടുള്ള ചില ഡീലേഴ്സിൽ നിന്നാണ് എടുക്കുന്നത്, യൂസ് കാർ ഡീലേഴ്സിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അവരുടെ വക ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ 1 വർഷം കിട്ടും. അപ്പോൾ 1 വർഷം നമുക്ക് വാറണ്ടി എന്തായാലും കിട്ടും. അത് നമുക്ക്, കാരണം ഈ 5 വർഷം കഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പൈസ നമുക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ എത്രയോ പൈസ നമുക്ക് കുറയും വാങ്ങുമ്പോൾ. പിന്നെ 1 വർഷം നമുക്ക് വാറണ്ടി കിട്ടും. വിലയാണ് പ്രധാന ഘടകം എന്ന് വെച്ചാൽ നമ്മൾ ഒരു കാറ് വാങ്ങുമ്പോൾ, സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ചില ബ്രാൻഡുകൾ അല്ലെങ്കിൽ ചില മോഡലുകളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ചില കമ്പനികളുടെ ചില മോഡലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് 50% വരെ ആ വണ്ടിയിൽ നമുക്കൊരു കുറവ് കിട്ടും. അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ 10 ലക്ഷം രൂപയുടെ ഒരു വണ്ടി ആ ഒരു 5 ലക്ഷത്തിനൊക്കെ ഒരു വണ്ടി കിട്ടുക പറഞ്ഞാൽ നമുക്ക് വലിയൊരു കാര്യം തന്നെയായി. ശരിയായ ഡീല് കണ്ടെത്തുന്നതിന് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വണ്ടി തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് കിട്ടാവുന്ന വേറൊരു ഗുണം ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ ഇന്നൊരു കാർ വാങ്ങി, സെക്കൻഡ് ഹാൻഡ് കാർ നമ്മളൊന്ന് വാങ്ങി, നമ്മളൊരു 2-3 വർഷം നമ്മൾ നല്ല രീതിയിൽ ആ വണ്ടി നല്ല രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കുമ്പോൾ നല്ല വില കിട്ടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും, അല്ലേ? സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുമ്പോൾ പിന്നെ നമ്മൾ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അധിക ചിലവുകൾ ഇല്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പുതിയ കാർ വാങ്ങുമ്പോൾ രജിസ്ട്രേഷൻ, റോഡ് ടാക്സ്, പിന്നെ RTOയുടെ അങ്ങനെ പേപ്പർ വർക്ക്സിൻ്റെ ഒക്കെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അത്തരം ടാക്സുകളും കാര്യങ്ങളും ഇൻഷുറൻസ് അങ്ങനെ സംഭവങ്ങളൊന്നും നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരില്ല. കാരണം അത് പുതിയ കാർ എടുക്കുന്ന സമയത്ത് അത് അടച്ചതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം പൈസകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇൻഷുറൻസിനെ പറ്റി പറയാനാണെങ്കിൽ അതിലുമുണ്ട് നമുക്ക് ലാഭിക്കാൻ ചില കാര്യങ്ങൾ. കാരണം നമുക്ക് വണ്ടിക്ക് എന്തായാലും നമ്മൾ ഇൻഷുർ ചെയ്തേ പറ്റൂ. കാരണം അത് നമ്മൾ ഇയർലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വണ്ടി വാങ്ങുന്നുണ്ടെങ്കിൽ, വണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്രധാനമായൊരു കാര്യമാണ്. വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇൻഷുറൻസ് എന്തായാലും എടുക്കണം.
അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് തന്നെയാണ്. അതുപോട്ടെ. അപ്പോൾ ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ വാഹനം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആദ്യകാലഘട്ടങ്ങളിൽ വളരെ വലിയ പ്രീമിയം തുകയായിരിക്കും നമ്മൾ ഇയർലി അടയ്ക്കേണ്ടി വരും. കാരണം ഈ ഇൻഷുറൻസ് കമ്പനികൾ അതിൻ്റെ മൂല്യത്തിൻ്റെ ആദ്യ സമയത്ത് വണ്ടിക്ക് മൂല്യം കൂടുതലായിരിക്കുമല്ലോ, ഏത് വാഹനമായാലും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഈ പ്രീമിയം തുക ഭയങ്കര കൂടുതലായിരിക്കും. പോകെ ഈ പറഞ്ഞ പോലെ കാലപ്പഴക്കം വരുന്ന സമയത്ത് അതിൻ്റെ മൂല്യ തകർച്ചയുള്ളത് കൊണ്ട് തന്നെ ഇൻഷുറൻസ് തുക അതിൻ്റെ പ്രീമിയത്തിൽ നല്ല രീതിയിൽ കുറയും. അപ്പോൾ നമ്മൾ വളരെ ചെറിയ തുക നമുക്ക് ഇൻഷുറൻസ് അടയ്ക്കാനും നമുക്ക് സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. ഇനി നമ്മൾ ഒരു ലോൺ എടുത്തിട്ടാണ് അല്ലെങ്കിൽ ഒരു വായ്പ എടുത്തിട്ടാണ് ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുന്നെങ്കിൽ അതിലും ഉണ്ടൊരു കാര്യം. കാരണം നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങുമ്പോൾ നമ്മുടെ വായ്പയുടെ പലിശ അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുക്കുന്നതിൻ്റെ പലിശയുടെ ഇത് പുതിയ കാർ വാങ്ങുന്നതിനേക്കാൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ അതിലും നമുക്കൊരു പോസിറ്റിവിറ്റി കണ്ടെത്താനുണ്ട്. വായ്പ തുകയും EMI കാലയളവും പുതിയ കാർ അല്ലെങ്കിൽ പുതിയൊരു കാറുമായി നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സെക്കൻഡ് കാറുകൾക്ക് നോക്കുന്ന സമയത്ത് താരതമ്യേന അത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പ്രതിമാസ EMIയിലും നമുക്ക് ഗണ്യമായൊരു കുറവുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മൾ മാറിയില്ലേ? അപ്പോൾ ഇന്ന് ഇത് പറയാൻ വന്നത് 7 പോയിന്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് ക്ലബ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് എന്നാണ്. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയുടെ സെക്കൻഡ് ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ. അപ്പോൾ കാണാത്തവർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടാം. ഓക്കെ, മുമ്പത്തെ വീഡിയോയുടെ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങളത് കയറി കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതുവരത്തെ ഏത് സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഇന്ന് വിട പറഞ്ഞു വരുന്നു നിങ്ങളുടെ സ്വന്തം വിച്ചു. സൈനിങ് ഔട്ട്.